നമ്മൾ ചെറുപ്പം മുതൽക്കേ കേൾക്കുന്ന ഒന്നാണ്, ഈശ്വരൻ സർവ്വവ്യാപിയാണ്, അവൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന്. എന്നാൽ ശിവൻ നിങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? കൈലാസത്തിൽ ധ്യാനിച്ചിരിക്കുന്ന ജടയും തൃക്കണ്ണുമുള്ള ആ രൂപമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? ശിവൻ എന്ന് പറയുമ്പോൾ അതൊരു രൂപമല്ല, അതൊരു അവസ്ഥയാണ്. പല വീഡിയോകളിലും ഞാനിത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടുവരികയാണ്. നിങ്ങളിലെ ശിവനെ അറിയുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഉന്നതമായ ബോധത്തെ, നിങ്ങളുടെ ഉള്ളിലെ പരമമായ ശാന്തതയെ തിരിച്ചറിയുക എന്നാണ് അർത്ഥം. ശിവോഹം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഞാൻ തന്നെയാണ് ശിവൻ എന്നാണ്. എന്താണ് നമ്മുടെ ഉള്ളിലെ ശിവത്വം? ശിവ് എന്നാൽ ഇല്ലാത്തത് ഒന്ന് എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് എന്താണ്? നമ്മുടെ അഹംഭാവം, നമ്മുടെ ദേഷ്യം, നമ്മുടെ അസൂയ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഇല്ലാതാകുന്ന ആ ശുദ്ധമായ ശൂന്യതയാണ് നമ്മുടെ ഉള്ളിലെ ശിവൻ. ഒരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മൾ ഒരു മുറിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കസേര, മേശ, അലമാര, അങ്ങനെ പല വസ്തുക്കൾ കാണാം. നമ്മൾ ആ വസ്തുക്കളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ആ വസ്തുക്കൾക്കെല്ലാം ഇരിക്കാൻ അവിടെ ഒരു ശൂന്യമായ സ്ഥലമുണ്ട്. ആ സ്ഥലം ഇല്ലെങ്കിൽ ഒരു വസ്തുവിനും അവിടെ നിലനിൽപ്പില്ല. ഇതേപോലെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് നോക്കണം. അവിടെ ചിന്തകൾ, ഓർമ്മകൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട്. നമ്മൾ എപ്പോഴും ഈ ചിന്തകളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ ചിന്തകൾക്കെല്ലാം പിന്നിൽ ശാന്തമായിരിക്കുന്ന ഒരു വലിയ ശൂന്യതയുണ്ട്, ഒരു വലിയ ആകാശം പോലെ. ആ ആകാശമാണ് നിങ്ങളുടെ ഉള്ളിലെ ശിവൻ. നമ്മൾ ജനിക്കുന്നതിന് മുൻപും ആ ശൂന്യത ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചതിന് ശേഷവും ആ ശൂന്യത ഉണ്ടാകും. ആ ശാശ്വതമായ ബോധമാണ് നിങ്ങൾ. അതേപോലെ തൃക്കണ്ണും ആന്തരിക ജ്ഞാനവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഭഗവാന്റെ മൂന്നാം കണ്ണ് നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ കാമദേവൻ ഭസ്മമായി പോകുന്നു എന്നാണ് കഥ. എന്താണ് ഇതിൻ്റെ ആത്മീയ രഹസ്യം? നമ്മുടെ ഉള്ളിലെ മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞാൽ അത് നെറ്റിയിലെ ബാഹ്യമായ ഒരു കണ്ണല്ല. അത് നമ്മുടെ വിവേകമാണ്, നമ്മുടെ ആന്തരിക ജ്ഞാനമാണ്. നമ്മൾ നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നത് ഈ ഭൗതിക ലോകത്തെ മാത്രമാണ്. ഭൗതിക ലോകം എന്ന് പറയുമ്പോൾ അതിൽ ഭ്രമങ്ങളും മോഹങ്ങളും വഞ്ചനകളും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാം കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ കാണാൻ കഴിയുക എന്നതാണ്. വിവേകത്തിൻ്റെ ആ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭൗതികമായ ആഗ്രഹങ്ങളും അഹംഭാവങ്ങളും ഭസ്മമായി മാറുന്നു. നമ്മുടെ ഉള്ളിൽ വിവേകം ഉദിക്കുമ്പോൾ അവിടെ ശിവൻ ഉണരുകയാണ്. നമ്മൾ സാധാരണ കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഈ മൂന്നാം കണ്ണ് തുറക്കപ്പെടുന്നത്. ഭഗവാനെ നമ്മൾ സംഹാരരുദ്രൻ എന്ന് വിളിക്കാറുണ്ട്, എല്ലാം നശിപ്പിക്കുന്നവൻ. എന്നാൽ ആത്മീയതയിൽ സംഹാരം എന്ന് പറഞ്ഞാൽ തിന്മയുടെ നാശവും പുതിയൊരു തുടക്കവുമാണ്. നിങ്ങളുടെ ഉള്ളിലെ പഴയ നിങ്ങളെ, നിങ്ങളുടെ മോശം ശീലങ്ങളെ, നിങ്ങളുടെ അഹംഭാവത്തെ നശിപ്പിക്കാതെ പുതിയൊരു ഉണർവ് നിങ്ങളിൽ സാധ്യമാകില്ല. ഒരു വിത്ത് മണ്ണിൽ കിടന്ന് സ്വയം നശിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്നൊരു പുതിയ വൃക്ഷം, ഒരു വലിയ വൃക്ഷം ജനിക്കുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിലെ അജ്ഞത നശിക്കുമ്പോൾ മാത്രമാണ് ജ്ഞാനം ജനിക്കുന്നത്. ഈ ആന്തരിക മാറ്റത്തിൻ്റെ, ഈ പരിണാമത്തിൻ്റെ ശക്തിയാണ് ഭഗവാൻ മഹാദേവൻ, ശിവൻ. നമ്മൾ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെയും പരിമിതികളെയും ഓരോന്നായി ദഹിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ശിവത്വത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ഉള്ളിൽ ഈ ശിവത്വമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഈ ശിവത്വത്തെ നമ്മളിൽ ഉണർത്തുന്നത്? എങ്ങനെയാണ് ആ പരമമായ ശൂന്യതയെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നത്? അതിനായി നിങ്ങൾ വീടുപേക്ഷിച്ച് കാടുകളിലോ ഹിമാലയത്തിലോ പോകേണ്ട ആവശ്യമില്ല. കാരണം എവിടെ പോയാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും.
നിങ്ങളിലെ ശിവനെ ഉണർത്തുവാനുള്ള ഒരേയൊരു മാർഗം ധ്യാനമാണ്. എന്നാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് എന്താണ്? ഒന്നിനെ ഇരുന്ന് നിർബന്ധിച്ച് ചിന്തിക്കുന്നതാണെന്നാണ്. എന്നാൽ യഥാർത്ഥ ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്തകളെ ഇല്ലാതാക്കലാണ്. ചിന്തകൾക്കപ്പുറമുള്ള ശൂന്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. നമ്മുടെ മനസ്സ് ഒരു വലിയ ജലാശയം പോലെയാണ്. അതിലെപ്പോഴും ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ചിന്തകളുടെയും അലയടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അലയടികൾ കാരണം ജലാശയത്തിൻ്റെ അടിത്തട്ടിൽ എന്താണുള്ളതെന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ എപ്പോൾ ശാന്തമായി ഇരുന്ന് ആ ചിന്തകളുടെ അലയടികളെ അടക്കുന്നുവോ അപ്പോൾ മനസ്സൊരു കണ്ണാടി പോലെ തെളിയും. ആ തെളിഞ്ഞ മനസ്സിലാണ് നിങ്ങളുടെ ഉള്ളിലെ ശിവൻ പ്രതിഫലിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധ്യാനത്തിൽ നിങ്ങൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ സാധാരണയായി വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണെന്നാണ്. എന്നാൽ ശ്വാസം ശാന്തമാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത് വേറൊന്നാണ്. നിങ്ങൾ ഈ ശരീരമല്ല. കാരണം ശരീരം പ്രകൃതി തന്ന ഒരു വാടക വീട് മാത്രമാണ്. നിങ്ങൾ ഈ മനസ്സുമല്ല. കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ ശേഖരിച്ച ഓർമ്മകളുടെ ഒരു കൂട്ടം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറം ഇതിനെല്ലാം സാക്ഷിയായി നോക്കി നിൽക്കുന്ന ആ അറിവ് ആരാണ്? നിങ്ങളുടെ ഉള്ളിലിരുന്ന് ചിന്തകളെയും ശ്വാസത്തെയും തിരിച്ചറിയുന്ന ആ ശുദ്ധമായ ബോധം ആരാണ്? അവിടെയാണ് നമ്മൾ മറ്റൊരു വലിയ ആത്മീയ സത്യം തിരിച്ചറിയുന്നത്. ശ്വാസമാണ് ശിവൻ. നമ്മുടെ ശരീരത്തിൽ ശ്വാസം ഉള്ളതുവരെ മാത്രമേ ഈ ശരീരത്തിന് മൂല്യമുള്ളൂ. ആ ശ്വാസത്തെയാണ് നമ്മൾ പ്രാണൻ എന്ന് വിളിക്കുന്നത്. ശരീരത്തിൽ ശ്വാസം എന്ന ശിവത്വമുള്ളപ്പോൾ നമ്മൾ ശിവൻ ആണ്. എന്നാൽ ശരീരത്തിൽ നിന്ന് ശ്വാസം പുറത്തു പോയി കഴിഞ്ഞാൽ ആ നിമിഷം ഈ ശരീരം വെറുമൊരു ശവം ആയി മാറുന്നു. അപ്പോൾ നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന ആ ശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ ശിവൻ. നമ്മൾ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അത് പുറത്തേക്ക് വിടുന്നു. അടുത്ത ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന് മുൻപ് അവിടെ ഒരു ചെറിയ നിമിഷം ശ്വാസമില്ലാത്ത തികച്ചും ശാന്തമായ ഒരവസ്ഥയുണ്ട്. ആ ചെറിയ ഇടവേളയാണ് യഥാർത്ഥ ശൂന്യത. ആ അവസ്ഥയിലാണ് യോഗികൾ ധ്യാനത്തിലൂടെ എത്തിച്ചേരുന്നത്. ആ ശ്വാസത്തിൻ്റെ ഇടവേളയിലാണ് ഭഗവാൻ മഹാദേവൻ വസിക്കുന്നത്. നിങ്ങൾ പൂർണ്ണ നിശബ്ദതയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ അഹംഭാവത്തിൻ്റെ അതിരുകൾ തകരും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ വലിയ ശൂന്യതയും നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലാതെയാകും. പാത്രത്തിനുള്ളിലെ ആകാശവും പുറത്തെ മഹാകാശവും ഒന്നാകുന്നത് പോലെയാണത്. അവിടെയാണ് യഥാർത്ഥ യോഗ അല്ലെങ്കിൽ ഐക്യം സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശിവൻ പ്രപഞ്ച ശിവനുമായി ഒന്നാകുന്ന നിമിഷം. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയമെങ്കിലും ബാഹ്യലോകത്തെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം മാറി കണ്ണുകളടച്ച് നിശബ്ദനായിരിക്കുക. ആ നിശബ്ദതയിൽ നിങ്ങളുടെ ശ്വാസത്തെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ശ്വാസത്തിൻ്റെ ഇടവേളകളിൽ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ആ ചെറിയ നിശബ്ദതയിൽ നിങ്ങളെ കാത്ത് ശിവൻ ഇരിപ്പുണ്ട്. അപ്പോൾ ശിവൻ എന്നത് എവിടെയോ ദൂരെയുള്ള ഒരു ദൈവസങ്കല്പം മാത്രമല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ശൂന്യതയാണ്. നമ്മുടെ ഉള്ളിലെ ജീവൻ്റെ താളമാണ്, ആ ശ്വാസമാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ആ ശിവത്വം നമുക്ക് ദർശിക്കാൻ കഴിയുള്ളൂ. ഈ ഒരറിവ് അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഇത് അയച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള ആഴമേറിയ ആത്മീയ ശാസ്ത്രീയ സത്യങ്ങൾ ഇനിയും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹരമായ വിഷയവുമായി വീണ്ടും കാണാം. തുടർന്നും നിങ്ങളുടെ അന്വേഷണം തുടരുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഓം നമഃ ശിവായ.